പ്രവാസ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും. ലെറ്ററിനെയും പോസ്റ്റ് ഓഫീസിനെയൊക്കെ ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടം പ്രവാസികളുടെ ഹൃദയത്തുടിപ്പായിരുന്നു, ആശ്രയമായിരുന്നു. 8-10 ദിവസങ്ങളൊക്കെ കാത്തിരിക്കും ഒരു ലെറ്റർ കയ്യിൽ കിട്ടാൻ. ആ ലെറ്റർ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴേക്കും വേഴാമ്പലിന് മഴ ലഭിച്ച സന്തോഷമുണ്ടായും. നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ ലെറ്ററുകൾ, സഹധർമ്മിണികളുടെ, മാതാപിതാക്കളുടെ, കുട്ടികളുടെ, കാമുകിമാരുടെയൊക്കെ ലെറ്ററുകൾ വായിച്ചു കഴിയുമ്പോഴേക്കും സന്തോഷത്തിൻ്റെ, സങ്കടത്തിൻ്റെ, സ്വാന്തനത്തിൻ്റെ, അങ്ങനെ വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില ലെറ്ററുകൾ, ഒരു ദേശത്തിൻ്റെ കഥകൾ തന്നെ പറയും ചില ലെറ്ററുകൾ. മൊബൈലിൻ്റെ ആധിക്യത്തോടുകൂടി അന്യം നിന്നുപോയി എന്ന് തന്നെ പറയാം. ഇന്ന് മൊബൈലിലൂടെയാണ് എല്ലാം പരിഹരിക്കപ്പെടുന്നത്. സെക്കൻഡുകൾക്കുള്ളിൽ പറയാൻ പാടില്ലാത്ത പലതും വിളിച്ചു പറയും. നാട്ടിൽ നിന്ന് ഉമ്മയെക്കുറിച്ച് സഹധർമ്മിണി പറഞ്ഞാൽ, സഹധർമ്മിണിയെക്കുറിച്ച് ഉമ്മയെ പറഞ്ഞാൽ ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പറഞ്ഞതിൻ്റെ കാര്യം പോലും മനസ്സിലാക്കാതെ വായിത്തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും മൊബൈൽ പൊട്ടിച്ചു കളയുന്ന പ്രവാസികൾ പോലും ഇന്ന് കാണാൻ കഴിയും. എത്ര പറഞ്ഞാലും ലെറ്ററിൻ്റെ മാഹാത്മ്യം തീരില്ല. എത്ര വർണ്ണിച്ചാലും അത്ര മനോഹരങ്ങളായിരുന്നു. 30/10/2024 സ്വന്തം ജ്യേഷ്ഠൻ പ്രിയപ്പെട്ട അഷ്റഫ് മൗലവിയുടെ മരണം മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. 1995 ആദ്യ പ്രവാസ ലോകത്തേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട ഏട്ടനാണ് എയർപോർട്ടിലേക്ക് കൊണ്ടുപോയതും സന്തോഷത്തോടുകൂടി പറഞ്ഞയച്ചതും. ഒരുപാട് ഉപദേശങ്ങൾ അദ്ദേഹം തന്നിരുന്നു. നീ വളരെയധികം കരുതലോടുകൂടി നിൽക്കണം, കിട്ടുന്ന ജോലി തൃപ്തനാവണം, സത്യസന്ധത കൈവിടരുത്, പണമിടപാടുകൾ സൂക്ഷിക്കണം എന്നൊക്കെ. എന്തൊക്കെ ബുദ്ധിമുട്ട് നാട്ടിലുണ്ടായാലും ഞാൻ നോക്കിക്കൊള്ളാം. അദ്ദേഹം എനിക്ക് അയച്ച ലെറ്ററുകൾ തേടിയാണ്, ചികഞ്ഞാണ് ഞാൻ ഈ ലെറ്റർ സമാഹാരങ്ങൾ പുറത്തെടുത്തത്. ഓരോ ലെറ്ററുകൾ മറിച്ച് നോക്കുമ്പോഴും മനസ്സ് വല്ലാതെ പിടഞ്ഞുകൊണ്ടിരുന്നു. കാരണം ഈ ലെറ്റർ എഴുതിയ പല ആൾക്കാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നെ സ്വാന്തനപ്പെടുത്തിയ, ഒരുപാട് സന്തോഷിപ്പിച്ച ലെറ്ററുകൾ വരെയുണ്ട്. സുഹൃത്തുക്കളുടെ, ഏറ്റവും പ്രിയപ്പെട്ടവരുടെയൊക്കെ ലെറ്ററുകൾ നോക്കുമ്പോൾ വല്ലാതെ കണ്ണു നിറഞ്ഞുപോയി. വെറും 300 രൂപ ശമ്പളക്കാരനായ മദ്രസ അധ്യാപകൻ്റെ 5000 രൂപ കൊണ്ട് വീടിന് ഫൗണ്ടേഷൻ ഇട്ടതും, കടം വാങ്ങി വീട് പൂർത്തീകരിച്ചതും, അവസാനം 15000 രൂപ കടം വന്നതുമൊക്കെ വളരെ വേവലാതിയോടുകൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കടം വാങ്ങുന്നതിൻ്റെയും കടം കൊടുക്കുന്നതിൻ്റെയും കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുന്നതിൻ്റെയൊക്കെ പ്രാധാന്യങ്ങൾ ഒരുപാട് തവണ ലീവിൽ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ ലീവിൽ ചെല്ലുമ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും, ഉപദേശിക്കും. അദ്ദേഹത്തിൻ്റെ ഖബറിടങ്ങൾ വിശാലമാക്കട്ടെ. പ്രിയപ്പെട്ട ഈ ലെറ്ററിൽ കുറിച്ച, എന്നെ തേടി വന്ന ലെറ്ററുകൾ എഴുതിയിരുന്ന എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ. സ്വന്തം ഏട്ടൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ. പ്രിയപ്പെട്ട പ്രവാസികളെ, ചില പ്രവാസി സുഹൃത്തുക്കളെ നമ്മൾ ആത്മാർത്ഥമായി സഹായിക്കും, ചേർത്ത് പിടിക്കും. നമ്മളെക്കാൾ ഉപരി നമ്മൾ സഹായിച്ചവരൊക്കെ നാളെ ഒരു സമയത്ത് നമ്മൾക്കെതിരെ വിരൽ ചൂണ്ടും. നമ്മൾ എത്ര കടം കൊടുത്ത് അവരെ സഹായിച്ചാലും അവർ തിരികെ നമ്മൾ പൈസ ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നവർ, നമ്മളെക്കുറിച്ച് ദുഷിച്ച് മറ്റുള്ളവരോട് പറയുന്നവർ, നമ്മുടെ തൊട്ടരികത്ത് പോലും വരാത്തവർ. അതുകൊണ്ട് ഒരിക്കൽ കൂടി, എന്ത് ചെയ്താലും ദാനമായാലും കടമായാലും അർഹരെ കണ്ടെത്തി തന്നെ കൊടുക്കണം. ഒരു വിങ്ങലോടുകൂടി അല്ലാതെ ഇത് സംസാരിക്കാൻ കഴിയില്ല. എത്ര ശ്രമിച്ചിട്ടും പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല. ക്ഷമിക്കണം. ഇതുപോലെ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഈ ലെറ്റർ കൂമ്പാരങ്ങൾ തന്നെയാണ് എൻ്റെ ധൈര്യം. ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങളും എഴുതണം, എഴുതി തുടങ്ങണം. അതിനത്രയേറെ മനോഹാരിതയുണ്ട്.